ഈ കഴിഞ്ഞ ദിവസം വളരെ യാദൃശികമായിട്ട് ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു. ദ ഫാസ്റ്റസ്റ്റ് വേ ടു കിൽ സംതിങ് സ്പെഷ്യൽ ഈസ് ടു കമ്പയർ ഇറ്റ് ടു സംതിങ് എൽസ് എന്നായിരുന്നു ആ പോസ്റ്റ്. അധികം ദിവസമായിട്ടില്ല, ഹാഷിറും ടീമും ഒക്കെ അവരുടെ വാഴ എന്ന സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടും ഓൺലൈനിൽ അനാവശ്യമായി അവരുടെ പേര് വലിച്ചഴിച്ച് ഒരു കാര്യവുമില്ലാതെ പോർവിളി നടത്തുന്നവർക്കെതിരെയും ആ ഇരുതിയിൽ എണ്ണയൊഴിക്കാൻ പാകത്തിന് എല്ലാം ഒരുക്കി വെക്കാൻ കഴിവുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും ഒരു വീഡിയോ ചെയ്തിട്ട് കാലാകാലങ്ങളായിട്ട് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടാൻ കേൾപ്പുള്ള ഒരു വിഷയം വെറുപ്പാണെന്ന് പത്രവാർത്താ മാധ്യമങ്ങളും എന്തിന് ജനാധിപത്യ രാജ്യങ്ങളിലെ ഗവൺമെന്റ്സ് പോലും തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയാൻ വാർത്തകളൊന്നുമില്ലാത്തപ്പോൾ കുറച്ച് വെറുപ്പൊക്കെ കുത്തിനിറച്ച് പോർവേളി നടത്താൻ ചില മാധ്യമങ്ങളൊക്കെ ശ്രമിക്കുന്നത്. നല്ലതു പറഞ്ഞാൽ കിട്ടാത്ത സ്വീകാര്യതയും പ്രശസ്തിയും ഒക്കെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി വാർത്തകൾ എന്ന പേരിൽ പുറത്തിറക്കിയാൽ ഇക്കൂട്ടർക്ക് കിട്ടുമെന്ന് ഇവർക്ക് നല്ല ധാരണയുണ്ട്. നോർത്ത് എന്നോ സൗത്ത് എന്നോ ഒന്നുമല്ലാതെ നമ്മ ഒരു ബാംഗ്ലൂരു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ചെറുപ്പക്കാർക്കിടയിൽ ഒരു മയക്കും പിടിച്ചു ചെന്ന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ഏറ്റവും മികച്ചത് എന്നൊക്കെ ചോദിച്ച് അതിനെ ഒരു സ്ട്രീറ്റ് ഇന്റർവ്യൂ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതോടെ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ പണി കഴിഞ്ഞു. പിന്നെ അതിനെ ആളിക്കത്തിക്കാൻ ഓൺലൈനിൽ ഒരു പറ്റം ചെറുപ്പക്കാർ കാണും. അതുപോലെ തന്നെയാണ് ബിഗ് ഡോഗ്സ് എന്ന ഒറ്റ പാട്ടുകൊണ്ട് തലവര മാറിയ ഹനുമാൻ ഖാൻ എന്നറിയപ്പെടുന്ന സൂരജ് സൗത്ത് ഇന്ത്യൻ ആണെന്നും മലയാളിയാണെന്നും ഒക്കെ പറഞ്ഞ് ഇന്ത്യയിലെ എല്ലാവർക്കും വായിക്കാൻ തക്കവണ്ണത്തിന് ഇംഗ്ലീഷിൽ പോസ്റ്റ് ഇടുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ. പിന്നെ അതിനു താഴെ പരസ്പരം കടിച്ചു കീറി ആ പോസ്റ്റിനെ വൈറലാക്കാൻ ഇതേ ചെറുപ്പക്കാർ തന്നെ കാണും. സ്വന്തം അധ്വാനത്തിന്റെയും കഴിവിന്റെയും പുറത്ത് തങ്ങളുടേതായ സ്ഥാനം നേടിയവരാണ് ഹാഷിറും അലനും വിനായകനും അജിനുമൊക്കെ. എന്നിട്ടും അവിടെ കയറി ചെന്ന് ഇവരൊക്കെ ആരാണെന്ന് ചോദിക്കാൻ വെമ്പുന്ന, അവരെ മറ്റു നടന്മാരുമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്ന, അതിന് വഴിവെച്ച് കൊടുക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ കെണിയിൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പോയി ചാടരുത്. അവർക്ക് വേണ്ടത് പരസ്പരം വെറുപ്പും വർഗീയതയും വിഷവുമൊക്കെ തുപ്പുന്ന മനുഷ്യരെയും അവരുടെ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത കമന്റ്സുമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിൽ മറ്റൊരു വ്യക്തിയെയോ സംസ്ഥാനത്തെയോ രാജ്യത്തെയോ ജനവിഭാഗത്തെയോ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനുമൊക്കെ ആരെങ്കിലും ശ്രമിച്ചാൽ ആ വെറുപ്പിനെ വെറുപ്പുകൊണ്ട് നേരിട്ട് ആ മനുഷ്യരുടെയും മാധ്യമങ്ങളുടെയും നിലവാരത്തിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തരുത്. അതുകൊണ്ട് വെറുപ്പ് വിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ അറിഞ്ഞുകൊണ്ട് പോയി വീണു കൊടുക്കരുത്.